കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലേക്ക് ബിജെപി നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് ലാത്തി വീശി. ലാത്തിചാർജിൽ 5 പേർക്ക് പരിക്കേറ്റു. രാസലഹരി കേസും ഒളിക്യാമറ കേസും അട്ടിമറിക്കാൻ പോലീസ് ശ്രമിക്കുന്നു എന്നാരോപിച്ചായിരുന്നു മാർച്ച്. കുറ്റ്യാടിയിലെ രാസലഹരി കേസും ഒളിക്യാമറ കേസും അട്ടിമറിക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്നാരോപിച്ചാണ് ബിജെപി കുറ്റ്യാടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് പോലീസ് സ്റ്റേഷന് മുൻപിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ സംഘർഷാവസ്ഥയുണ്ടായി. ബാരിക്കേഡ് മറികടന്നവർക്ക് നേരെ പോലീസ് ലാത്തി വീശി. യുവമോർച്ച കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അഖിൽ നാളോളം കണ്ടി ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. സാരമായി പരിക്കേറ്റ അഖിലിനെ പ്രവർത്തകർ റോഡിൽ കിടത്തി കുറ്റ്യാടി കോഴിക്കോട് സംസ്ഥാന പാത ഉപരോധിച്ചു. അരമണിക്കൂറിലേറെ നേരം റോഡ് ഉപരോധം നീണ്ടു. പരിക്കേറ്റവരെ കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ബിജെപി കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ തൊപ്പിയിലുണ്ട്, അതിന്റെ പവിത്രത എന്താന്ന് ഒന്നിരുന്ന് പഠിക്ക്. നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നത് AKG സെന്റിൽ നിന്നല്ല, ഈ രാജ്യത്ത് നികുതി പണമാണ് എന്ന് ഈ കൈലാസനാഥൻ ഓർക്കുന്നത് നല്ലതാണ്. ഇവിടെ രാസലഹരിയുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങളുണ്ടായി. ഇവിടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പീഡിപ്പിച്ചു. എത്ര വലിയ സംഭവമാണ്! കേരളം ഞെട്ടിപ്പോയിട്ടുള്ള കാര്യങ്ങളല്ലേ ഈ കുറ്റ്യാടിയിൽ നടന്നത്. ബിനീഷ് VM അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ദിലീപ്, KK രജീഷ്, K ജയകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി.